കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ കേരളത്തിന്റെ തീരക്കടൽ കണ്ടത് ദുരൂഹതകൾ നിറഞ്ഞ രണ്ട് കൂറ്റൻ കപ്പൽ അപകടങ്ങളാണ്. ഈ സംഭവങ്ങൾ തീരദേശവാസികളെയും പരിസ്ഥിതി പ്രവർത്തകരെയും ഒരേപോലെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഒരു കപ്പൽ പൂർണ്ണമായും മുങ്ങിത്താഴ്ന്നപ്പോൾ അതിലുണ്ടായിരുന്ന വസ്തുക്കളെക്കുറിച്ചോ പുറത്തേക്ക് വന്ന കണ്ടെയ്നറുകളെക്കുറിച്ചോ യാതൊരു വ്യക്തതയുമില്ല. സർക്കാരിന്റെയും ബന്ധപ്പെട്ട അധികാരികളുടെയും ഭാഗത്തു നിന്നുള്ള പ്രതികരണം പൊതുജനങ്ങളിൽ വലിയ സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. ആദ്യത്തെ കപ്പൽ അപകടത്തിൽ മുങ്ങിത്താഴ്ന്ന കപ്പലിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ എന്താണെന്ന് ഇതുവരെയും ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ട് പോലുമില്ല. മാധ്യമങ്ങൾ മുൻപ് നൽകിയിരുന്ന കണക്കനുസരിച്ചുള്ള കണ്ടെയ്നറുകൾ പോലും തീരത്തെത്തിയിട്ടില്ല എന്നത് സ്ഥിതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. ബാക്കി കണ്ടെയ്നറുകൾ എവിടെ പോയി? അവയിലുണ്ടായിരുന്ന വസ്തുക്കൾ എന്താണ് എന്നതിനെക്കുറിച്ച് ആർക്കും ഒരറിവുമില്ല. വിഷവസ്തുക്കൾ അടക്കം ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നു എന്ന് കേട്ടത് തീരദേശവാസികളുടെ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് കടൽ സമ്പത്തിനെയും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെയും ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മുടെ ആവാസ വ്യവസ്ഥയെ തന്നെയും എങ്ങനെ ബാധിക്കുമെന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഒന്നാമത്തെ അപകടത്തിന്റെ ഞെട്ടൽ മാറും മുൻപെയാണ് കണ്ണൂർ കോഴിക്കോട് അതിർത്തിയിൽ ഏതാണ്ട് 44 നോട്ടിക്കൽ മൈൽ അകലെ അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ മറ്റൊരു കൂറ്റൻ കപ്പൽ തീപിടിച്ച് മുങ്ങിയത്. ഈ കപ്പലിൽ നിന്നും വലിയ അളവിൽ വിഷവസ്തുക്കൾ പുറത്തേക്ക് വരികയും നിരന്തരമായി സ്ഫോടനങ്ങൾ സംഭവിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നതും വിഷവസ്തുക്കൾ പുറത്തേക്ക് വരുന്നതും കേരളത്തിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഈ അപകടങ്ങൾ വെറും സാമ്പത്തിക നഷ്ടങ്ങൾ മാത്രമല്ല, കേരളത്തിന്റെ തീരദേശത്തുള്ള മനുഷ്യർക്കും ഈ സമൂഹത്തിന് തന്നെയും വലിയ ആഘാതം ഉണ്ടാക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. തിരുവനന്തപുരത്തെ കപ്പൽ അപകടം മൂലം ഈ നാടിന് 20,000 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതും എന്നാൽ സർക്കാർ വേണ്ടതുപോലെ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ ആ 20,000 കോടിക്ക് പകരം കേവലം 10 കോടി മാത്രമായിരിക്കും ലഭിക്കുക എന്നതും പറഞ്ഞുകൊണ്ട് യുവ IAS ഉദ്യോഗസ്ഥനായ പ്രശാന്ത് രംഗത്തെത്തിയിരിക്കുകയാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ നിലപാടുകളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചതിന്റെ പേരിൽ നിയമവിരുദ്ധമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രശാന്ത് ഇപ്പോൾ സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഭരണഘടനയോടും ജനങ്ങളോടും കൂറ് പുലർത്തണമെന്നാണ്. ഈ നാട് ഭരിക്കുന്ന സർക്കാർ അഴിമതിക്ക് കൂട്ടുനിന്നാൽ ഈ നാട്ടിലെ ഖജനാവ് ചോർന്നു പോയാൽ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുമുള്ള അവകാശം സർക്കാർ ഉദ്യോഗസ്ഥർക്കുമുണ്ട്. അവർക്കും ഭരണഘടനാപരമായ മൗലിക അവകാശങ്ങൾ ഉണ്ടെന്ന് പ്രശാന്ത് വിശ്വസിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് 20,000 കോടി രൂപ നഷ്ടപരിഹാരം കിട്ടേണ്ട കേരളം അത് 10 കോടിയിൽ ഒതുക്കാൻ വേണ്ടി ഗൂഢാലോചന നടക്കുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അടിയന്തരമായി കേസെടുത്ത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രശാന്ത് ഡെക്കാൻ ഹെറാൾഡ് എന്ന ഇംഗ്ലീഷ് പത്രത്തിൽ ഒരു ലേഖനവും എഴുതി. പ്രശാന്തിന്റെ ലേഖനം സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. അപകടം നടന്ന് 3 ആഴ്ചയായിട്ടും FIR ഇടാൻ സർക്കാർ വിമുഖത കാട്ടിയിരുന്നു. MSCL എന്ന കമ്പനി അദാനിയുടെ പങ്കാളിയാണെന്നും കേരളത്തിന് വേണ്ടപ്പെട്ട സ്ഥാപനമാണെന്നും അതുകൊണ്ട് അവരെ ഉപദ്രവിക്കരുത് എന്നുമായിരുന്നു സർക്കാരിന്റെ നിലപാട് എന്ന് പ്രശാന്ത് ലേഖനത്തിൽ ആരോപിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഖജനാവിലേക്ക് വരേണ്ട 20,000 കോടി രൂപ നാമമാത്രമായ 10 കോടി നഷ്ടപരിഹാരത്തിൽ അവസാനിക്കാനുള്ള നീക്കമാണ് നടന്നത്. എന്നാൽ വലിയ തോതിൽ സമ്മർദ്ദം ശക്തമായപ്പോൾ, വലിയ വിമർശനം സർക്കാരിന് നേരിടേണ്ടി വന്നപ്പോൾ മനസ്സില്ലാ മനസ്സോടെ കഴിഞ്ഞ ദിവസം FIR ഇട്ടിരുന്നു. എന്നാൽ രേഖപ്പെടുത്തിയ FIR ദുർബലമാണെന്നും ഈ FIR അനുസരിച്ച് ഒരു ഉദ്യോഗസ്ഥനെയും അറസ്റ്റ് ചെയ്യാനോ പ്രോസിക്യൂട്ട് ചെയ്യാനോ കഴിയില്ലെന്നും പ്രശാന്ത് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒരുപാട് നിയമങ്ങളും വഴികളും മുൻപിൽ ഉണ്ടായിരിക്കെയാണ് ഇങ്ങനെ ചെയ്തതെന്നും അദ്ദേഹം പറയുന്നു. ഈ അപകടമുണ്ടായ 2 ദിവസം കഴിഞ്ഞപ്പോൾ ദേശീയ ഹരിത ട്രൈബ്യൂണൽ കേസെടുത്തിരുന്നു. ജലമലിനീകരണ നിയമം, പരിസ്ഥിതി മലിനീകരണ നിയമം, കടൽ മലിനീകരണ നിയമം ഒക്കെ അനുസരിച്ചാണ് അവർ കേസെടുത്തത്. കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം കിട്ടണമെങ്കിൽ തീർച്ചയായും കേസെടുക്കുക എന്നത് പ്രാഥമിക ചുമതലയാണ്. അതിനുള്ള അവകാശം നമുക്കുണ്ട്. അത് ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട്. അത് ചെയ്യാതെ ഒളിച്ചു കളിച്ച സർക്കാർ ഇപ്പോൾ പേരിന് വേണ്ടി കേസെടുത്ത് തടി തപ്പാനാണ് ശ്രമിക്കുന്നതെന്നും ഓരോ മിനിറ്റിലും ഈ വിഷയത്തിൽ വൈകിയാൽ അത് ഖജനാവിന് നഷ്ടമുണ്ടാക്കുമെന്നും കേരളത്തിന്റെ ഭാവിയെ ബാധിക്കുമെന്നുമാണ് പ്രശാന്ത് തന്നെ ലേഖനത്തിൽ തുറന്നു പറയുന്നത്. ഒരു കപ്പൽ അപകടത്തിൽപ്പെടുകയോ മറിയുകയോ തീപിടിക്കുകയോ കപ്പലിലിരിക്കുന്ന സാധനങ്ങൾ കടലിൽ വീഴുകയോ ചെയ്താൽ ആദ്യം ചെയ്യേണ്ടത് FIR രജിസ്റ്റർ ചെയ്യുക എന്നത് ആണ്. ഇത് കേവലം നിയമപരമായ ഒരു നടപടിക്രമം മാത്രമല്ല, ഭാവിയിൽ വരാൻ പോകുന്ന വിഷയങ്ങളിലെ നിലപാടാണ്. നീതി, നഷ്ടപരിഹാരം, അന്വേഷണം എന്നിവയ്ക്കെല്ലാം തന്നെ ഈ FIR അത്യാവശ്യമാണ്. ഒരു ഓട്ടോറിക്ഷ ബൈക്കിലിടിച്ചാൽ ഒരു FIR രജിസ്റ്റർ ചെയ്യാറുണ്ട്. അത് കേസ് എടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ അല്ല, ഇൻഷുറൻസിന് അത് ആവശ്യമാണ്.
അതേ ആവശ്യം തന്നെയാണ് ഇവിടെയും. എന്തുകൊണ്ടാണ് ഇത് ഇത്രകാലം വൈകിപ്പിച്ചത് എന്നതാണ് പ്രശാന്തിന്റെ ആരോപണം. 2 അപകടങ്ങളിലും ഇൻഷുറൻസ് ക്ലെയിം ഒഴിവാക്കാൻ വേണ്ടി മനഃപൂർവ്വം തന്നെ FIR ഒഴിവാക്കിയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കത്തിപ്പോവുകയോ വെള്ളത്തിൽ മുങ്ങുകയോ ചെയ്യുന്നതാണ് കപ്പൽ അപകടം. അങ്ങനെ വരുമ്പോൾ നടപടിക്രമങ്ങൾ എത്ര വൈകുന്നുവോ അത്രയും ഈ കേസ് തെളിയിക്കാനും നഷ്ടപരിഹാരം കിട്ടാനുള്ള സാധ്യതയും ഇല്ലാതാക്കും. 1976 നിയമം അനുസരിച്ച് കടലിനെക്കുറിച്ചും കടൽ വഴികളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പറയുന്നതിലെ നിയമം സുരക്ഷയോ പരിസ്ഥിതിയോ ആഘാതപ്പെട്ടാൽ 200 നോട്ടിക്കൽ മൈൽ വരെ അധികാരം നൽകുന്നുണ്ട്. ഈ 2 അപകടവും 40ഉം 20ഉം നോട്ടിക്കൽ മൈലാണ്. അതായത് 200 വരെ നമുക്ക് അവകാശം ഉണ്ടായിരിക്കുമ്പോൾ ഇത് നമ്മുടെ തീരത്ത് തന്നെ സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ ഉത്തരവാദിത്തത്തിൽ ഇതിൽ സംശയം തന്നെയില്ല. കൂടാതെ ഭാരതീയ ന്യായ സംഹിതയുടെ സെഷൻ 4 അനുസരിച്ച് ഇന്ത്യയുടെ താൽപര്യത്തെ ബാധിക്കുന്ന സംഭവം എവിടെ ഉണ്ടായാലും FIR ഇടാമെന്നത് പറയുന്നുണ്ട്. ഒരു ക്രൈം നടന്നു എന്നറിഞ്ഞാൽ ഉടൻ തന്നെ FIR ഇടണമെന്നത് സുപ്രീം കോടതി ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് കേസിൽ വിധിച്ചിട്ടുണ്ട്. BNS അനുസരിച്ച് നിയമപരമായി FIR ഇട്ടേ മതിയാവൂ എന്നതും പ്രശാന്ത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലോകമെമ്പാടും സമാനമായ കപ്പൽ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ അതാത് ഗവൺമെന്റുകൾ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും കപ്പൽ ഉടമകളിൽ നിന്നും ശതകോടികൾ നഷ്ടപരിഹാരം ഈടാക്കിയിട്ടുമുണ്ട്. ശ്രീലങ്കയിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായപ്പോൾ അവർക്ക് $878 മില്യൺ നഷ്ടപരിഹാരമായി ലഭിച്ചു. 2011 മുംബൈയിൽ ഇങ്ങനെ ഒരു കപ്പൽ അപകടം ഉണ്ടായപ്പോൾ നാം ഇതേപോലെ തന്നെ അലംഭാവം കാണിച്ചിരുന്നു. ഈ FIR രജിസ്റ്റർ ചെയ്ത് നമ്മൾ ഈ വിഷയം ആവശ്യപ്പെട്ടില്ലെങ്കിൽ, അതായത് പരിസ്ഥിതി നാശം, ജീവഹാനി, കടലിലെ സമ്പത്തിന്റെ നഷ്ടം, മത്സ്യത്തൊഴിലാളികളുടെ നഷ്ടം എന്നിവയൊന്നും തന്നെ നമ്മൾ FIR രജിസ്റ്റർ ചെയ്ത് ക്ലെയിം ചെയ്തില്ലെങ്കിൽ വെറും 10 കോടി രൂപ മാത്രമേ കിട്ടൂ. 20,000 കോടി രൂപ കിട്ടേണ്ടിടത്ത് ഇതാണ് ഏറ്റവും വലിയ ചതി. മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവർക്ക് നഷ്ടപരിഹാരം കിട്ടാതിരിക്കാൻ മനഃപൂർവ്വം തട്ടിക്കൂട്ടിയ ഒരു FIR ഇട്ടിരിക്കുന്നു. ഇപ്പോൾ ഇട്ടിരിക്കുന്ന FIR കൊണ്ട് പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു ഗുണവും തന്നെയില്ല. 20,000 കോടി രൂപ ഖജനാവിന് നഷ്ടപ്പെടും, പാവങ്ങൾക്ക് നഷ്ടപ്പെടും. കാരണം ഇൻഷുറൻസ് കമ്പനി FIR നോക്കാതെ, പരാതി നോക്കാതെ ഇൻഷുറൻസ് കൊടുക്കില്ല. കാർഗോ നഷ്ടപ്പെട്ടതിന് മാത്രമേ ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരൂ. ഇൻഷുറൻസ് കമ്പനിക്കാർ വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ടാവാം. കൈക്കൂലിയും അഴിമതിയും അണ്ടർഗ്രൗണ്ട് ഇടപെടലും ഇതിന്റെ പേരിൽ ഉണ്ടായിരിക്കാം. കാരണം 10ഓ 1000ഓ കോടി രൂപ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്നു എന്നതാണ് ആയിരക്കണക്കിന് കോടി രൂപ നഷ്ടപരിഹാരമായി കൊടുക്കുന്നതിനേക്കാൾ നല്ലത്. FIR ഇടാതെ പോലീസ് സഹായിച്ചാൽ, സംസ്ഥാനം സഹായിച്ചാൽ, സഹായിക്കുന്നവർക്കെല്ലാം എത്ര കോടി വേണമെങ്കിലും ഈ കപ്പലുകൾ ഇൻഷുറൻസ് ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾ കൊടുക്കുമെന്ന് ഓർക്കണം. FIR രജിസ്റ്റർ ചെയ്താൽ മാത്രമേ 100-150 കോടി രൂപ നഷ്ടപരിഹാരം കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ അതൊന്നും തന്നെ കിട്ടില്ല എന്ന് പ്രശാന്തിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, പതിവ് പോലെ ചീഫ് സെക്രട്ടറിക്കും ഒരു വിമർശനമുണ്ട്. ഇപ്പോൾ FIR ഇടേണ്ട, ആദ്യം നമുക്ക് തെളിവ് ശേഖരിക്കാം, എന്നിട്ട് FIR ഇടാം എന്നായിരുന്നു ചീഫ് സെക്രട്ടറി എഴുതി വെച്ചിരിക്കുന്നത്. ഇത് അട്ടിമറി ലക്ഷണമാണ് എന്നാണ് പ്രശാന്ത് പറയുന്നത്. FIR രജിസ്റ്റർ ചെയ്ത് ശേഖരിക്കുന്ന തെളിവുകൾ മാത്രമേ നിയമപരമായി നിലനിൽക്കുകയുള്ളൂ. മാത്രമല്ല, അന്വേഷണത്തിനിടയിൽ FIR-ൽ മാറ്റം വരുത്താൻ അവകാശമുണ്ട്. അതേസമയം FIR രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ ഒരു നഷ്ടപരിഹാരവും കിട്ടുകയുമില്ല. മനഃപൂർവ്വം അഴിമതി നടത്താൻ വേണ്ടി സർക്കാരും ഉദ്യോഗസ്ഥരും അട്ടിമറിച്ചതാണ് എന്ന സൂചനയോടെ തന്നെയാണ് പ്രശാന്തിന്റെ ലേഖനം പോകുന്നതും. ഈ സംഭവങ്ങൾ കേരളത്തിന്റെ തീരദേശത്തും സാമ്പത്തിക ഭാവിക്കും വലിയ ചോദ്യചിഹ്നം തന്നെ ഉയർത്തുന്നുണ്ട്. ദുരൂഹമായ ഈ കപ്പൽ അപകടങ്ങളെക്കുറിച്ചും സർക്കാരിന്റെ നിലപാടുകളെക്കുറിച്ചും കൂടുതൽ വ്യക്തവും സുതാര്യവുമായ അന്വേഷണം അനിവാര്യം തന്നെയാണ്. സത്യം പുറത്തു വരികയും നഷ്ടപ്പെട്ട ധനവും പരിസ്ഥിതിയും വീണ്ടെടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.